എന്ത് പറയാനുള്ള പടം വന്ന് കാണ്. പടം കണ്ട് പക്ഷെ എല്ലാവരും അമേരിക്കൻ പക്ഷെ എല്ലാവരും നമ്മുടെ സിനിമ കാണും. അതെ, ഒന്നും പറയാനില്ല, അടിപൊളി. ഇനി പറഞ്ഞ സ്പോയിലറായി പോയി. അതെ അതെ അതെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഹാപ്പി മ്യൂസിക്കൊക്കെ ഓരോ പൊളി. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ്സ് മിസ് ചെയ്യരുത്, അതിനകത്തൊരു സർപ്രൈസ് ഉണ്ട്. ഓണം മസ്റ്റ് വാച്ച് മൂവിയാണ്. ടോബി ഇപ്പോൾ ഓരോ പൊളി. പിന്നെ നിമിഷിൻ്റെ ക്യാമറ എല്ലാം നന്നായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഈ ചന്തു ആണെങ്കിലും അരുണാണെങ്കിലും എല്ലാവരും കണ്ടിട്ട് നെസ്ലിൻ കല്യാണി ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ ഇതിൻ്റെ വിഷൻ ചെയ്തു വരുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. ആ സ്റ്റേജസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മളെല്ലാവരും. എല്ലാവരും അഭിനയം നന്നായിട്ട് ഫോറസ്റ്റിൽ എടുത്തേക്കുന്ന സീനറി ഷോട്ട് ക്യാമറ വെരി ഗുഡ്, അടിപൊളി പരിപാടി. ഓക്കെ, താങ്ക് യു. ഡോമിനിക്കിൻ്റെ വിഷു കുറേ ഫ്രണ്ട്സ് ചേർന്ന് ഹാപ്പിയായിട്ട് ഷൂട്ട് ചെയ്ത പടം. അപ്പം ഞങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് ഷൂട്ട് ചെയ്ത പടം. ആ എനർജി ജനങ്ങളിലേക്കും എത്തുന്ന പ്രദേശമാണ്. പിന്നെ കല്യാണി ഇതാണ് എന്താ പറയുക, നസ്ലിൻ, ചന്ദ്രേഷ്, ചന്തു, ഞാൻ ചന്തു ഇപ്പോൾ ഒരുമിച്ച് 3 വർഷമായിട്ട് ഒരുമിച്ചാണ്. ഇന്റർവ്യൂ കട്ട് അടിപൊളിയായിരുന്നു. ഐ വോണ്ട് ടു താങ്ക് ഡൊമിനിക്. അവർക്ക് ആ ക്യാരക്ടറിൽ സുഖമായിട്ട് അവർക്ക് വേറെ ഓൺ ഫേസ് അല്ലെങ്കിൽ ഫേമസ് ഫേസിനെ അവർക്ക് വെക്കാമായിരുന്നു. പക്ഷെ ഒരു ഓഡിഷൻ വഴി എന്നെ സെലക്ട് ചെയ്തതിൽ സന്തോഷമുണ്ട്. സോ വെരി ഹാപ്പി. ഈ ഓണത്തിന് എല്ലാവരും കുടുംബമായിട്ട് വന്ന് കാണുക, ഉറപ്പായിട്ട് എൻജോയ് ചെയ്യും. ഹാപ്പി ഓണം. ഞാൻ പറഞ്ഞ കോസ്റ്റ്യൂം ഡിസൈനറാണ്. നമ്മുടെ എൻ്റെ ടീമാണ് കോസ്റ്റ്യൂം ചെയ്തത്. ഇത് പിന്നെ എൻ്റെ രണ്ടാമത് സൂപ്പർ ഹീറോ ജോണറിലുള്ള മിന്നൽ മുരളിക്ക് ശേഷം ഞാൻ ചെയ്യുന്ന രണ്ടാമത് ലോക സൂപ്പർ ഹീറോ ജോണറിലുള്ള സിനിമയാണ്. പിന്നെ ഈ സിനിമ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് ആദ്യമേ സിനിമ കിട്ടുമ്പോഴും സിനിമ വായിക്കാൻ കിട്ടിയപ്പോഴും അല്ലെങ്കിൽ ഈ സിനിമയുടെ യൂണിവേഴ്സ് ചെയ്യുന്ന രീതികളും എൻ്റെ മിന്നൽ മുരളിനേക്കാളും വേറെ വ്യത്യസ്തമായിട്ട് ജോണറിലുള്ള സിനിമയാണ്. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ ഒരു ബ്രഹ്മയുഗം പോലുള്ള ഫാന്റസി ജോണറുകൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊണ്ട് ഈ സിനിമ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നത്. പിന്നെ അൾട്ടിമേറ്റ് ഇത് ഡൊമിനിക്കിനോടെയും നിമിഷിനോടെയും വിഷനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ടീം ഇതിനകത്ത് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതിനകത്ത് കോസ്റ്റ്യൂം, മേക്കപ്പ്, സിനിമോഗ്രാഫി എല്ലാവരും ഇൻപുട്ടാണ് ഈ സിനിമയുടെ കംപ്ലീറ്റ് ഒരു വിഷയം. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഈ എല്ലാവരും റെസ്പോൺസ് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. പക്ഷേ എല്ലാവർക്കും ഭയങ്കര രീതിയിൽ ഹാപ്പിയായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. താങ്ക് യു. ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഹാപ്പി. പിന്നെ എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതിനകത്ത് എൻ്റെ നമ്മൾ ഇതിനകത്ത് 2 പേര് ക്ലബ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തു. കൽക്കിൻ്റെ ഡിസൈനർ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ടിങ് ഡിസൈനർ ആയിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് ജോണറ് മലയാളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഓണമാണ്, ഫാമിലി ആയിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും പടം കാണാം. ഓക്കെ, മൂവിലൂടെ കണ്ടു. അപ്പോൾ നല്ല ഇമോഷനാണ്. ചെയ്ത പ്രൊഡക്റ്റ് ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനത്തെ ഒരു പരിപാടി വന്നിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നത്. ജനങ്ങളത് കാണണം, സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. അടിപൊളിയല്ലേ, നല്ല ട്രെയിലറായിരുന്നു. നമ്മളെല്ലാം വെയിറ്റ് ചെയ്യായിരുന്നു. ലാൽ സാറിന്റെ പടത്തിൽ അഫ്കോഴ്സ് ഞാൻ സത്യം സാറിന്റെ മോനൊക്കെ ടെക്സ്റ്റ് ചെയ്തായിരുന്നു. നല്ല വെയിറ്റ് ചെയ്യാം. ഓണത്തിന് എല്ലാ പടം അടിപൊളിയാവണം നമ്മൾ ആഗ്രഹം. യെസ്, താങ്ക് യു. എല്ലാവരും പടം കാണണം. ഒരു പുതിയ അറ്റംപ്റ്റാണ്, ഒരു പുതിയ വിഷനാണ്. താങ്ക് യു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കല്യാണം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ അറിഞ്ഞും കണ്ടായിരുന്നു മൂവി? കണ്ടു. ഇഷ്ടപ്പെട്ടില്ലേ? എങ്ങനെയുണ്ട്? എന്നോട് പറ, എങ്ങനെയുണ്ട്? നല്ല പടമാണ്. അതെ അതെ. ഇപ്പൊ നെസ്ലിൻ ആണെങ്കിലും ചന്ദ്രശേഖരനാണെങ്കിലും അരുൺ ചേട്ടനും എല്ലാവരും ഡയറക്ഷൻ അടിപൊളിയാണ്. പിന്നെ ഫൈറ്റ് അടിപൊളിയാണ്. കല്യാണിയുടെ ഫൈറ്റ് സീനൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ എല്ലാവരും പോയി കാണാം. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വളരെ നന്നായിരുന്നു.
ആ അതേപോലെ ജീവിതം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു അവാർഡ് കിട്ടുന്ന പടമാണ്. കണ്ടിരിക്കാൻ നല്ല പടം. സാധാരണ അവാർഡ് കിട്ടുന്ന പടങ്ങൾ കണ്ടിരിക്കാൻ കൊള്ളില്ല മനുഷ്യൻ. പക്ഷെ ഇതൊക്കെ കണ്ടിരിക്കാൻ കൊള്ളുന്ന ഒരു പടമാണ്. അപ്പൊ അവാർഡ് വേണേ കൊടുക്കാൻ പറ്റും. അടിപൊളിയായി. ഓക്കെ, താങ്ക് യു. എങ്ങനെ കണ്ടപ്പോ എന്ത് തോന്നി? അതെ, ഇത്രയും നാൾ ചെയ്തതിൽ വെച്ചിട്ട് ഇതിൽ ഞാൻ എൻ്റെ ഒരു സ്ലാങ് പരിപാടികളൊക്കെ ഒരു പരിപാടിയായിരുന്നു. മറ്റേ മലയാളം കന്നഡയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. എനിക്കാണെന്നുണ്ടെങ്കിൽ കന്നഡ എനിക്കാണെങ്കിൽ ഒരു വസ്തു അറിയില്ല. ഇപ്പോഴും അറിയില്ല, അപ്പോഴും അറിയില്ല. പിന്നെ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. സംഭവം ഡബിങ് ഒക്കെ തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് പടത്തില് ചെയ്തപ്പോ എന്തൊക്കെ അത് നമുക്ക് അറിയത്തില്ലല്ലോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ട് എങ്ങനെ ഇത് ഔട്ട് വരും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇപ്പോഴാണ് സമാധാനം വന്നത്. ഓഡിയൻസിന്റെ കൂടെ ഇങ്ങനെ കാണുന്ന സമയത്ത് അവർക്ക് വർക്കായി എന്നറിയപ്പോഴാണ് നമുക്ക് സമാധാനം. തിയേറ്റർ കണ്ടപ്പോ തോന്നി ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന്. ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ള തോന്നലുണ്ടായിരുന്നു. പിന്നെ നമ്മളല്ലേ ചെയ്തേ, അപ്പൊ പിന്നെ അറിയത്തില്ല. പക്ഷെ അത് നമ്മൾ ഇതുവരെ കാണാത്തൊരു രീതിയിൽ അത്രയും പൊളിയായിരുന്നു.